അപ്പൊ ആദ്യം ആര് വായിക്കണം? എന്റെ വായിക്കട്ടെ. ആദ്യമായി സിനിമയിൽ ഹീറോ ആയി വന്ന ക്യാരക്ടറിന്റെ പേര് ദാസപ്പൻ എന്നാണ്. രണ്ടാമത്തെ വായിക്കേ. ആദ്യമായി സിനിമയിലെ ഹീറോ ക്യാരക്ടറിന്റെ പേര് ഉൽപ്പലാക്ഷൻ എന്നാണ്. ഇതിലേത് ശരി? നിങ്ങൾ മുകളിൽ പറഞ്ഞത് രണ്ടുമല്ല. ആദ്യം ലീഡ് ക്യാരക്ടറിന്റെ പേര് രവീന്ദ്രവർമ്മ എന്നാണ്. ഇതില് ഏതാണ് ശരി? ഇതില് ബൈജു തന്നെ ആദ്യം ഒരു തീരുമാനത്തിൽ മൂന്നെണ്ണം ഇങ്ങനെയല്ലേ ഇത് എനിക്ക് പോലും ഗസ് ചെയ്യാൻ വന്ന ക്യാരക്ടറിന്റെ പേര് ദാസപ്പൻ എന്നാണ്. ദാസപ്പനല്ല, ഉൽപ്പലാക്ഷനാണ് എനിക്കിഷ്ടം. എനിക്ക് ഉൽപ്പലാക്ഷൻ മതി. ഉൽപ്പലാക്ഷൻ നിങ്ങൾ ലോക്ക് ചെയ്തോ? രവീന്ദ്രവർമ്മയായിരുന്നു. രവീന്ദ്രവർമ്മയാ? ഞാനോ? രവീന്ദ്രവർമ്മ ഉൽപ്പലാക്ഷൻ ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തു. അതെ, റൈറ്റ് ആൻസർ. അപ്പൊ വൈജേട്ടന് ഓർമ്മയില്ലേ ആദ്യമായിട്ട് ലീഡ് റോള് ചെയ്തത്? ഞാൻ പറഞ്ഞുതരാം, പടം എന്ന് പറഞ്ഞുതരാം. വാനരസേന. അതന്നെ. അതെ, കേൾക്കാത്ത ശബ്ദമാണ് ചേട്ടന് ഓർമ്മയുള്ള ഫസ്റ്റ്. അതല്ലേ? ഈ പേരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ബേസിൽ അഭിനയിക്കുന്ന പടത്തിലൊക്കെ രണ്ടുപേരും പേരാണല്ലോ എപ്പോഴും. അടുത്ത വായിക്കട്ടെ. ഞാനൊന്ന് ചോദിച്ചത് മറ്റേ വിനു, പിന്നെ മറ്റേ സാബു, അങ്ങനൊക്കെ ഒരു മറ്റേ മംഗലശ്ശേരി നീലകണ്ഠൻ, അങ്ങനൊക്കെ ഒരു പേരിൽ അഭിനയിക്കാൻ ആരോഗ്യം വേണ്ടേ അവന്? അതിനുള്ള ആരോഗ്യ ശരീരവും വേണം. കണ്ടാ പറയണ്ടേ മംഗലശ്ശേരി നീലകണ്ഠൻ? അല്ല, അങ്ങനെ വലിയൊരു പേരില് ബൈച്ചേട്ടന് രവീന്ദ്രവർമ്മ നോക്കിയത് കൂടുതലാണ്. രവീന്ദ്രവർമ്മയുടെ ഇത് ഓക്കെ ഇല്ല, പോരാ, വേറൊരു കണ്ടല്ല. രവീന്ദ്രവർമ്മയുടെ അനിയനായിട്ടോ? സുരേന്ദ്രവർമ്മ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി സിദ്ദിഖ വായിക്കേ. ചന്ദ്രപ്പൻ എന്ന പേരിൽ ഞാൻ ആകെ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. അല്ല, ചന്ദ്രപ്പൻ എന്ന പേരിൽ 2 സിനിമ ചെയ്തിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ രണ്ടുമല്ല, ചന്ദ്രപ്പൻ എന്ന പേരിൽ 4 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ചന്ദ്രപ്പൻ? മനോജേട്ടൻ ഗസ് ചെയ്യേ. ഒരു പടം എന്നാണ് എന്റെ. ഒരു പടം എന്നാണ് എന്റെ. മനോജന്റെ ഓർമ്മ ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ ആക്ടേഴ്സ് അങ്ങനെ പറയില്ല, ഈ ക്യാരക്ടർ നമ്മൾ വേറെ പടത്തിൽ ചെയ്ത ചന്ദ്രപ്പൻ എന്ന പേരിൽ പറഞ്ഞാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ മാറ്റിയായിരിക്കും. എന്റെ ഓർമ്മ 2 പടം. 2 പടമാണ് ആക്ച്വലി. ഏതൊക്കെയാ അത് പറയും? കണ്ണെഴുതി പൊട്ടും തൊട്ടും, ചോട്ട മുംബൈ. അതെ, അതാണ് 2 ചന്ദ്രപ്പൻ എന്നുള്ള. കണ്ണെഴുതി പൊട്ടും തൊട്ട് അതൊരു ഗസ്റ്റ് റോളാണ്, കുറച്ച് വരുന്ന റോളായതുകൊണ്ട് അത് ചിലപ്പോൾ ഓർക്കാൻ സാധ്യത. മറവിയുള്ള ആളെന്നോട് ആദ്യം പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, ബേസിൽ കമോൺ. ഞാനൊരു തുണ്ടുപടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും തുണ്ടുപടവുമായി യാതൊരു ബന്ധവുമില്ല. ഞാനൊരു തുണ്ടുപടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ? അതെ, ആണോ? തുണ്ടുപടം എനിക്കറിയാമല്ലോ. തുണ്ടുപടം ഷോർട്ട് ഫിലിം അല്ലേ? ഷോർട്ട് ഫിലിമാണ് തുണ്ട്. അത് ഡയറക്ടറായിരിക്കുന്നത്. ഷോർട്ട് ഫിലിമിന്റെ പേരാണ്